ഹലോ ഫ്രണ്ട്സ്, ഡ്രീമിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യം 6 ലിറ്റർ പാല്, കുറച്ച് പഞ്ചസാര, കുറച്ച് പാൽപ്പൊടി, പിന്നെ 2-3 സ്പൂണ് കോൺഫ്ലവർ, ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ മിൽക്ക് മെയ്ഡ് ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ. അതിലേക്ക് ഒരു ബൗളിൽ 1.5 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാര ഫുള്ള് അലിഞ്ഞ് വരുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് പാലും പഞ്ചസാരയും കൂടി നല്ലോണം യോജിച്ച് കിട്ടും. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പഞ്ചസാരയിൽ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അരിച്ചെടുത്ത മിക്സ് നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. അധികം കുറച്ചും വെക്കേണ്ട, ഭയങ്കര ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ തന്നെ കൂടെ നിന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമുക്കിത് തിക്കായി വരാൻ തുടങ്ങും, തിക്ക് കൺസിസ്റ്റൻസി ആവാൻ തുടങ്ങും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. കൂടെ നിന്ന് ഇളക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം. അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് 1/4 ഗ്ലാസ് പാല് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയെല്ലാം ഇല്ലാണ്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. പെട്ടെന്ന് കുറുകി വരുന്നതായിരിക്കും. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം, 2 ഡ്രോപ്പ്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാനും കൊടുക്കാം. പായസം ഉണ്ടാക്കാനാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും. പൈസയും കുറച്ച് കുറവായിരിക്കും. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. അധികം തിക്നെസ് ആവാൻ വേണ്ടി നിൽക്കരുത്. കുറച്ച് ലിക്വിഡ് ഇതാവുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ തണുത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ.